പാകിസ്ഥാൻ തുർക്കി സൗദി സഖ്യത്തെ പരിഹസിച്ച് സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത്. പാകിസ്ഥാൻ തുർക്കി സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ പുതിയ പ്രതിരോധ സഖ്യം രൂപീകരിച്ചതിന് പിന്നാലെ കേരളത്തിലെ ചില മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് നടൻ സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായാൽ തുർക്കിയും സൗദിയും പാകിസ്ഥാനെ സഹായിക്കുമെന്നും അതോടുകൂടി തന്നെ ഇന്ത്യ പ്രതിസന്ധിയിലാകുമെന്നുമുള്ള തരത്തിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ പ്രതികരണം എന്നതാണ് അദ്ദേഹം വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. പുതിയ സഖ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അഴിമതിയായി തന്നെ ആഘോഷിക്കുകയാണ് എന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ ഒരു എരയല്ല എന്ന നിലപാടാണ് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയെ നേരിടാൻ പാകിസ്ഥാനോടൊപ്പം തന്നെ തുർക്കിയും സൗദിയും എത്തിയാൽ പോലും രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് മുന്നിൽ അത് വലിയ വെല്ലുവിളി ആകില്ല എന്നതാണ് ഇവിടെ അഭിപ്രായമായി തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് മുന്നിൽ ഈ സഖ്യം വലിയ വെല്ലുവിളിയൊന്നുമല്ല എന്നും ഇതിന്റെ പേരിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ അമിതമായി തന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് പരിഹാസ രൂപേണ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പണ്ഡിറ്റിന്റെ നിരീക്ഷണം, അതായത് രാഷ്ട്രീയ നിരീക്ഷണം എന്ന തലക്കെട്ടോടു കൂടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റും ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് വായിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈയിടെയായി കേരളത്തിലെ ചില മാധ്യമങ്ങളിലെ ചില റിപ്പോർട്ടർമാർ വലിയ സന്തോഷത്തിലാണ്. കാര്യം എന്താണെന്നോ, അവരുടെ പ്രിയപ്പെട്ട രാജ്യം പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്ന ഒരു പുതിയ യുദ്ധസഖ്യം ഉണ്ടാക്കിയല്ലോ. ഇത് നാറ്റോയ്ക്ക് ബദലായി ഉണ്ടാക്കിയതാണ് എന്നും ഇതോടുകൂടി തന്നെ ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ തുർക്കിയും സൗദിയും അവരെ സഹായിക്കും, അതോടുകൂടി ഇന്ത്യ വിയർക്കുമോ എന്നൊക്കെയാണ് കേരളത്തിലെ മാപ്രകളുടെ സ്വപ്നങ്ങൾ. ഇതിനായി തന്നെ പകൽ രാത്രി ചർച്ചകൾ നടത്തി ഇന്ത്യ ഇനി എന്തു ചെയ്യും എന്നൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നാൽ, ആദ്യമായി മുൻപ് പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ഇന്ത്യയും പാകിസ്ഥാനും ഉരസിയപ്പോഴെല്ലാം തന്നെ ഇപ്പറയുന്ന തുർക്കി സഖ്യം ഒന്നുമില്ലായിരുന്നിട്ടും പാകിസ്ഥാനെ സഹായിച്ചിരുന്നു. എന്നിട്ട് തുർക്കി എന്തിലേക്ക് എത്തി? എന്നിട്ടൊരു കാര്യവും ഉണ്ടായില്ല. രണ്ടാമതായി പാകിസ്ഥാൻ, തുർക്കി, സൗദി ഈ മൂന്ന് രാജ്യങ്ങളും ഇനി ഒന്നിച്ചു വന്നാലും ഇന്ത്യക്ക് വെറും അവർ ബംഗ്ലാദേശ്, ശ്രീലങ്ക പോലെയേ ഉള്ളൂ. ഒരു ഇരയല്ല. ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യയിലെ രാജ്യസ്നേഹികളെ സംബന്ധിച്ചും അതൊരു വെല്ലുവിളിയല്ല. അതായത് അദ്ദേഹം എടുത്തു പറയുന്നത് കേരളത്തിലെ മാപ്രകൾ ഓവറായി തന്നെ സന്തോഷിക്കേണ്ട എന്നതാണ്. മൂന്നാമതായി സൗദിയിൽ ഹൂതികൾ ഈയിടെയായി തന്നെ നിരവധി ആക്രമണങ്ങൾ നടത്തി. ഇടയ്ക്ക് ഇറാനും അവരെ ആക്രമിക്കുന്നു. എന്നിട്ട് ഈ സഖ്യ രാജ്യങ്ങളായ പാകിസ്ഥാനും തുർക്കിയും എന്തുകൊണ്ട് ഹൂതികൾക്കെതിരെയോ അവരെ ഇളക്കി വിടുന്ന ഇറാനെതിരെയോ യുദ്ധം ചെയ്യുന്നില്ല? ഇനി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായാലും സൗദി അറേബ്യ ഒരിക്കലും ഇന്ത്യക്കെതിരെ വരില്ല എന്ന് 99% ഉറപ്പിച്ചു പറയാം. കാരണം ഇന്ത്യയുമായി അവർക്ക് അത്രയും അടുത്ത ബന്ധമുണ്ട്. അഞ്ചാമതായി ഈ പറയുന്ന തുർക്കി എന്ന രാജ്യം ഒരു വിഷമാണ്, അത് സമ്മതിക്കുക തന്നെ ചെയ്യുന്നു. അവർ ചെറുതല്ലെങ്കിലും ഇന്ത്യക്ക് പാരയാകുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ബുദ്ധിപൂർവം ഇന്ത്യ അവരെ അവിടെ പൂട്ടാവുന്നതേ ഉള്ളൂ. ആറാമതായി തന്നെ അദ്ദേഹം പറയുന്ന നിരീക്ഷണത്തിൽ തുർക്കിയുടെ ശത്രു രാജ്യങ്ങൾ ഗ്രീസ്, ഇസ്രയേൽ, അർമേനിയ, സിറിയ എന്നിവയാണ്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ സിറിയൻ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന വിമതർക്ക് തുർക്കി പിന്തുണ നൽകിയതായും സിറിയൻ അതിർത്തിയിൽ ഖുർദ് തീവ്രവാദികളെ നേരിടുന്നതിനായി തന്നെ തുർക്കി സൈനിക നടപടികൾ നടത്തുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത ഭിന്നതകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏഴാമതായി 1974 സൈപ്രസിന്റെ വടക്കൻ പ്രദേശം തുർക്കി സൈന്യം കൈയടക്കുകയും പിന്നീട് അവിടെ ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്ന വെവ്വേറെ തന്നെ ഭരണകൂടം ഉണ്ടാക്കുകയും ചെയ്തു. ഇത് അംഗീകരിക്കാൻ ഇവിടെ സൈപ്രസോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹമോ തയ്യാറായിട്ടില്ല. ഈ അനധികൃത കയ്യേറ്റമാണ് പ്രധാന ശത്രുത. ഈ വിഷയത്തിൽ ഇന്ത്യ സൈപ്രസിന് കട്ട പിന്തുണ കൊടുക്കണമെന്നതാണ് എന്റെ അഭിപ്രായം. നിലവിൽ പ്രതിരോധ മേഖലയിലെ ശക്തമായ സഹകരണത്തിനായി തന്നെ ഇന്ത്യയും സൈപ്രസ് രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി നന്ദികെട്ട തുർക്കി എന്ന രാജ്യത്തെ 2023 ഫെബ്രുവരിയിൽ അവിടെ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദുരിതം അനുഭവിച്ചവർക്ക് ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിലാണ് ഇന്ത്യ അടിയന്തര സഹായം എത്തിച്ചത്. ദുരിതം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ഇന്ത്യ രക്ഷാപ്രവർത്തകരെയും മരുന്നുകളും അടിയന്തര വൈദ്യസഹായവും അവിടെ എത്തിച്ചു. അതുമാത്രമല്ല, NDRF സംഘങ്ങളും ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ ടീമും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ രക്ഷാപ്രവർത്തനത്തിനായി തുർക്കിയിലേക്ക് അവിടെ പുറപ്പെട്ടു. ഒരു വലിയ ആശുപത്രി തന്നെ ഉണ്ടാക്കി കൊടുത്തു. ആയിരങ്ങളെ ചികിത്സിച്ചു. 140 ടണ്ണിലധികം വരുന്ന ദുരിതാശ്വാസ സാമഗ്രികൾ, ജീവൻ രക്ഷാ മരുന്നുകൾ, എക്സ്റേ മെഷീനുകൾ, വെന്റിലേറ്ററുകൾ,
കൂടാരങ്ങൾ, കമ്പിളി പുതപ്പുകൾ എന്നിവ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ വഴി എത്തിച്ചു. ഈ സമയം പാകിസ്ഥാൻ ആകട്ടെ ഒരു 5 പൈസയുടെ സഹായം അവർക്ക് ചെയ്തില്ല. എന്തിന്, നമ്മുടെ സ്വന്തം സംസ്ഥാനം കേരളം പോലും ഞങ്ങളുടെ സ്വന്തം തുർക്കിയെ സഹായിക്കണമെന്ന് പറഞ്ഞ് 10 കോടി കൊടുത്തിരുന്നു. എന്നിട്ടും ഓപ്പറേഷൻ സിന്ദൂർ വിഷയം വന്നപ്പോൾ തുർക്കി പാകിസ്ഥാന് തങ്ങളുടെ ആയുധങ്ങളും പണവും നൽകി സഹായിച്ചു. നന്ദി കെട്ടവർ. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം ഒരു വാൽകഷ്ണം കൂടെ ഇവിടെ ചേർക്കുന്നുണ്ട്. ഇന്ത്യ ചേരിചേരാ നയമൊക്കെ മാറ്റിവെച്ച് ഇസ്രയേൽ, റഷ്യ എന്നീ സുഹൃത്ത് രാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കണം. ഇന്ത്യയെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ സഹായിച്ച രാജ്യം ഇസ്രയേലാണ്. റഷ്യ പണ്ട് മുതൽ തന്നെ നമ്മോടൊപ്പം കട്ടയ്ക്ക് നിൽക്കാറുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാൽകഷ്ണമായി അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഇവിടെ വ്യക്തമായി തന്നെ അദ്ദേഹം ഇന്ത്യയുടെ ആ ഒരു നിലപാടിനെ, അല്ലെങ്കിൽ ഇപ്പോൾ മാപ്രകൾ കൂടുതലായി തന്നെ സന്തോഷിക്കേണ്ട എന്നതിന്റെ ഏറ്റവും വലിയൊരു മറുപടിയാണ് അദ്ദേഹം ഇതിലൂടെ തന്നെ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.